Ladies and gentlemen, this is Adarsh and welcome to my Kanedi. ഓളോമിയോ ഷാഹിദ് കപൂറിന്റെ ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ഓളോമിയോ. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈ സിനിമയ്ക്ക്. എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ എന്നൊക്കെ പറയാം. അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ദ ലെജൻഡറി ആക്ടർ ഡയറക്ടർ കോംബോ ഈസ് ബാക്ക്. വിശാൽ ഭരദ്വാജ് ഷാഹിദ് കപൂർ പടം, ആ കോംബോ വീണ്ടും വന്നു. ആൾക്കാർ എന്തൊക്കെയോ പ്രതീക്ഷിച്ച സംഭവം ഒന്നും കിട്ടിയില്ല. തിയേറ്ററിലെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ ഷോക്കായിരുന്നു. ആൻഡ് ഫൈനലി ഇറ്റ്സ് അവൈലബിൾ ഓൺ OTT നൗ. സോ ദുരന്തർ സിനിമ ഇറങ്ങിയ ശേഷം എവിടെ നോക്കിയാലും കമ്പാരിസൺ ആണ്. ഹു ഈസ് ദ ബെസ്റ്റ് ഇൻ ബോളിവുഡ്? അത് രൺബീർ ആണോ? പക്ഷെ അന്നും ഇന്നും എന്നും നോമിന് ബെസ്റ്റ് ഷാഹിദ് കപൂർ ആണ്. ആൻഡ് ഐ എം എ ജൈ ഹാർട്ട് ഫാൻ ഓഫ് ഷാഹിദ് കപൂർ. എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ അവിടെ പറയണ ചോദിച്ചു കഴിഞ്ഞാൽ ഓഴോമിയോ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ഇതൊരു ഗാങ്സ്റ്റർ പടമാണ്. ദിസ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ എ ബുക്ക്. ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു ഗാങ്സ്റ്റർ പടം. അപ്പൊ അതും ഷാഹിദ് കപൂറിനെ വെച്ചിട്ട് കാണാൻ വേറെ എന്തെങ്കിലും വേണോ? സോ ഐ വാസ് സോ ത്രിൽഡ്. ഞാൻ ഇത് കാണാൻ വേണ്ടിയിരുന്നു. 2 മണിക്കൂർ 58 മിനിറ്റ് എന്തോണ്ട് ഈ സിനിമ. അതായത് ഏകദേശം 3 മണിക്കൂർ ഉണ്ട് പടം. സിനിമയുടെ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. അതായത് ഇവരൊരു ക്ലാസ് പടം എടുത്തു വെക്കാനാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എടുത്തു വെച്ചപ്പോ ഒരു കംപ്ലീറ്റ് മെസ്, ഒരു കരിഞ്ഞ അവിയലായി പോയി. എവിടെയും നമുക്ക് ഒരു ഹൈ മൊമെന്റും തരുന്നില്ല. എന്നാൽ ക്ലാസ് എന്നുള്ളൊരു ആ ഒരു തോന്നലും തോന്നുന്നില്ല. ഒരു നിർഗുണ പടം. ഇത് പിന്നെയും കണ്ടിരിക്കുക പറയുമ്പോ ഷാഹിദ് കപൂറിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാണാം, അത്രേ ഉള്ളൂ. ഒരു ലോഡ് കാസ്റ്റ് ഉണ്ട്. ഷാഹിദ് കപൂർ ഉണ്ട്, തൃപ്തി ഡിംരി ഉണ്ട്, തമന്നയുണ്ട്, വിക്രാന്ത് മാസെ ഉണ്ട്, പിന്നെന്താ അവിനാശ് തിവാരി ഉണ്ട്. അങ്ങനെ ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്ത 2 പേരെ പറ്റി ആദ്യം പറയണം. ഒന്ന് തമന്ന ആൻഡ് വിക്രാന്ത് മാസെ. റോൾ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചതാണെന്നാണ് പറയുന്നത്. എന്തിന്? ഭിത്തി കയറി ഇരിക്കാനാ. തമന്നയുടെ തലയൊക്കെ മത്തിയുടെ തല വെട്ടി എറിയണ പോലെയാണ് എറിയുന്നത്. എന്നിട്ട് അത് പൂച്ച എടുത്തിട്ട് പോണ പോലെ കാണിക്കുന്നത്. അയ്യേ, ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ടാണോ ചോദിച്ചു മേടിച്ചത്? വിക്രാന്ത് മാസെ അടുത്ത ഭിത്തി കയറിയ ആള് 10 സെക്കൻഡാ 20 സെക്കൻഡാ. ഈ സിനിമയിൽ ആകെ പോസിറ്റീവായി തോന്നിയത് ഷാഹിദ് കപൂറിന്റെയും തൃപ്തി ഡിംരിയുടെയും ഒരു കോംബോ. അവരുടെ ഒരു റൊമാൻസ് വേറെ ഒലിപ്പിക്കലല്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള സാധനം. ദാറ്റ് വാസ് നൈസ്. ബാക്കിയൊക്കെ ശോകമാണ്. ഇതിന്റെ മ്യൂസിക് വർക്ക് എന്തടേ. ഷാഹിദ് കപൂർ സ്ലോയിൽ നടന്നു വരുമ്പോ സർക്കസിൽ ആന ഫുട്ബോൾ കളിക്കുമ്പോ ഇട്ട് കൊടുക്കുന്ന മ്യൂസിക്കാ. ഭയങ്കര വേസ്റ്റ് മ്യൂസിക് വർക്കാണ്. ഈ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട 2 ഫൈറ്റ് സീനാണ്. ഒരു ഫാക്ടറിയിൽ പോയിട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ടുവേർഡ്സ് എൻഡ് മറ്റേ സ്പെയിനിൽ മറ്റേ കാളപ്പോര് പോലൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു. ബാക്കി ഒന്നുമില്ല. അതിലേറെ നിർഗുണനാണ് ഇതിലത്തെ വില്ലൻ അവിനാശ് തിവാരി. ലോക നിർഗുണൻ. ജലാൽ പറഞ്ഞിട്ട് വൻ കൊടൂര ക്യാരക്ടറായിട്ടൊക്കെയാണ് പറയുന്നത്. എല്ലാവരും തലവെട്ടും, എല്ലാവരും കൊല്ലും. കണ്ട ചിരിയാണ് വന്ന്. നിർഗുണം പറഞ്ഞാൽ ലോക നിർഗുണൻ. സോ 3 മണിക്കൂർ സിനിമ എന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 3 മണിക്കൂർ പടം വരുമ്പോഴും ഓർമ്മ വരുന്നത് ദുരന്തറാണ്. സ്ക്രീൻ പ്ലേ ബൈ ഉസൈൻ ബോൾട്ട് അല്ല, ഇതും സ്ക്രീൻ പ്ലേ ബൈ ഒച്ചാണ്. ഒച്ച് പറഞ്ഞാൽ എഴഞ്ഞു പോണ പടം. അവര് ക്ലാസ് പടം എടുക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് മെസ് പടമായി. മാസല്ല, മെസ്. ഷാഹിദ് കപൂർ നൈസ് ആയിരുന്നു. ഷാഹിദ് കപൂറിന്റെ ആ ഒരു സ്വാഗ്, ആ ഒരു ഓറ, അതേപോലെ തന്നെ അങ്ങേര് സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ലൊരു BGM കൂടി വേണമായിരുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഈ ക്ലാസ് പടങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എന്തോ സർക്കസിത്തെ സാധനം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഒട്ടും വർക്ക് ആയില്ല. തൃപ്തി ഡിംരി വാസ് നൈസ്. സോ ആള് അറിയാലോ, ആളുടെ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ആള് കിടു പെർഫോമർ ആണ്. ബുൾബുൾ ആയാലും ഷി വാസ് ഇൻ അനിമലിൽ ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈയിടെ ആയിട്ട് ആളുടെ സിനിമകൾ ബാഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്, പണ്ട് ഏതൊക്കെ അപരാധങ്ങളിൽ പോയിട്ട് ഓവർ ഗ്ലാമറസ് റോൾസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ റിവഞ്ച്, ഫ്രണ്ട്ഷിപ്പ്, ബിട്രയൽ, ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഗാങ്സ്റ്റർ ഡ്രാമയാണ് ഓഴോമിയോ. ഇങ്ങനത്തെ ഒരു സിനിമയുടെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത പടമാണ്. വലിച്ചു നീട്ടി 3 മണിക്കൂറുണ്ട്. ആൻഡ് സീൻ ബൈ സീൻ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഒരു സീനിൽ ഷാഹിദ് കപൂർ ഇവിടെ അടുത്ത സീനിൽ നേപ്പാളിൽ കാണിക്കും. എങ്ങനെ പോണു, ഇവിടുന്ന് ഇപ്പൊ വെള്ളത്തിൽ ചാടി അടുത്ത മിനിറ്റ് സ്പെയിനിലെത്തും, അങ്ങനെയൊക്കെ കാണിക്കും. ഒന്നെങ്കിൽ ഇതൊരു 5-6 മണിക്കൂറിന്റെ പടം കട്ട് ചെയ്ത് 3 മണിക്കൂർ ആക്കിയതായിരിക്കും. അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂറ്റി പോയത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക.
സോ ടു മീ പേഴ്സണലി ദിസ് ഈസ് എ ബിലോ ആവറേജ് പടം. ഞാൻ ഷാഹിദ് കപൂർ ഉള്ളതുകൊണ്ട് മാത്രം ഇത് കണ്ടു തീർക്കാൻ തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിസ് മൂവി ഈസ് അവൈലബിൾ ഇൻ ആമസോൺ പ്രൈം. 300-400 ഉറുപ്പിക ഉള്ളവരൊക്കെ റെന്റിന് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഏപ്രിൽ മിഡ് വരെ വെയിറ്റ് ചെയ്യാം. ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ ഇത് എല്ലാവർക്കും അവൈലബിൾ ആവും. So try it out. Oromiyo, Oromiyo, streaming on Amazon.